എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട സാഹിത്യ സ്രോതസ്സുകളെ പറ്റിയാണ് വിവരിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തെ പറ്റി പരാമർശമുള്ള അശോകന്റെ ശിലാശാസനങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തെ പറ്റി പരാമർശമുള്ള അശോകന്റെ ശിലാശാസനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ശിലാശാസനം 2, 13 എന്നിവ. അശോകന്റെ ശിലാശാസനങ്ങൾ 2, 13 എന്നിവ. അടുത്ത ചോദ്യം, അശോകന്റെ ശിലാശാസനങ്ങളിൽ കേരളത്തെ പരാമർശിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അശോകന്റെ ശിലാശാസനങ്ങളിൽ കേരളത്തെ പരാമർശിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം കേരളം പുത്ര, കേരളം പുത്ര. അടുത്ത ചോദ്യം, സംഘകാലത്തെ ഏറ്റവും പ്രശസ്ത കവയിത്രി ആരാണ്? സംഘകാലത്തെ ഏറ്റവും പ്രശസ്തയായ കവയിത്രി ആരാണ്? ഉത്തരം ഔവ്വയാർ, ഔവ്വയാർ. അടുത്ത ചോദ്യം, കേരളത്തെ പറ്റി പരാമർശമുള്ള സംഘകാല കൃതി ഏതാണ്? കേരളത്തെ പറ്റി പരാമർശമുള്ള സംഘകാല കൃതി ഏതാണ്? ഉത്തരം പതിറ്റുപത്ത്, ഉത്തരം പതിറ്റുപത്ത്. അടുത്ത ചോദ്യം, ഓണാഘോഷത്തെക്കുറിച്ച് പരാമർശമുള്ള ആദ്യ സംസ്കൃത പുസ്തകം ഏതാണ്? ഓണാഘോഷത്തെക്കുറിച്ച് പരാമർശമുള്ള ആദ്യ സംസ്കൃത പുസ്തകം ഏതാണ്? ഉത്തരം ഐതരേയാരണ്യകം, ഐതരേയാരണ്യകം. അടുത്ത ചോദ്യം, കേരളത്തെ പറ്റി പരാമർശമുള്ള കാളിദാസന്റെ കൃതി ഏതാണ്? കേരളത്തെ പറ്റി പരാമർശമുള്ള കാളിദാസന്റെ കൃതി ഏതാണ്? ഉത്തരം രഘുവംശം, ഉത്തരം രഘുവംശം. അടുത്ത ചോദ്യം, കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പഴയ ലിപി ഏതാണ്? കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പഴയ ലിപി ഏതാണ്? ഉത്തരം വട്ടെഴുത്ത്, ഉത്തരം വട്ടെഴുത്ത്. അടുത്ത ചോദ്യം, സംഘകാല കൃതികളിൽ പരാമർശിക്കുന്ന കേരളത്തിലെ നൃത്തരൂപം ഏതാണ്? സംഘകാല കൃതികളിൽ പരാമർശിക്കുന്ന കേരളത്തിലെ നൃത്തരൂപം ഏതാണ്? ഉത്തരം തിരുവാതിര, ഉത്തരം തിരുവാതിര. അടുത്ത ചോദ്യം, പഴന്തമിഴ് പാട്ടുകളിലുള്ള പ്രധാന കാർഷിക വിഭവം ഏതാണ്? പഴന്തമിഴ് പാട്ടുകളിലുള്ള പ്രധാന കാർഷിക വിഭവം ഏതാണ്? ഉത്തരം ചക്ക, ഉത്തരം ചക്ക. അടുത്ത ചോദ്യം, മധുരൈ കാഞ്ചി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? മധുരൈ കാഞ്ചി എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം മാങ്കുടി മരുതൻ, മാങ്കുടി മരുതൻ. അടുത്ത ചോദ്യം, മുഷകവംശം രചിച്ചത് ആരാണ്? മുഷകവംശം രചിച്ചത് ആരാണ്? ഉത്തരം അതുലൻ, അതുലനാണ് മുഷകവംശം രചിച്ചത്. മുഷകവംശം രചിച്ച നൂറ്റാണ്ട് ഏതാണ്? മുഷകവംശം രചിച്ചത് 11-ാം നൂറ്റാണ്ടിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ രാജവംശാവലി ചരിതം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ രാജവംശാവലി ചരിതം ഏതാണ്? ഉത്തരം മുഷകവംശകാവ്യം, മുഷകവംശകാവ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ രാജവംശാവലി ചരിതം. മുഷകവംശകാവ്യത്തിന്റെ പ്രതിപാദ്യ വിഷയം എന്തായിരുന്നു? മുഷകവംശകാവ്യത്തിന്റെ പ്രതിപാദ്യ വിഷയം എന്തായിരുന്നു? ഉത്തരം 6-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ കോലത്തുനാട് ഭരിച്ചിരുന്ന മുഷകവംശ രാജവംശത്തിലെ രാമഘടൻ മുതൽ ശ്രീകണ്ഠൻ വരെയുള്ള 119ഓളം രാജാക്കന്മാരുടെ ഭരണകാലഘട്ടത്തെക്കുറിച്ചാണ് മുഷകവംശ കാവ്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. മുഷകവംശ കാവ്യത്തിന്റെ പ്രതിപാദ്യ വിഷയം 6-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ കോലത്തുനാട് ഭരിച്ചിരുന്ന മുഷകവംശ രാജവംശത്തിലെ രാമഘടൻ മുതൽ ശ്രീകണ്ഠൻ വരെയുള്ള 119ഓളം രാജാക്കന്മാരുടെ ഭരണകാലത്തെ പറ്റിയാണ് മുഷകവംശ കാവ്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തെ പറ്റി പരാമർശമുള്ളതും കാലം കൃത്യമായി നിർണയിക്കപ്പെട്ടതുമായ ഗ്രന്ഥം ഏതാണ്? കേരളത്തെ പറ്റി പരാമർശമുള്ളതും കാലം കൃത്യമായി നിർണയിക്കപ്പെട്ടതുമായ ഗ്രന്ഥം ഏതാണ്? ഉത്തരം വാർത്തികം, ഉത്തരം വാർത്തികം. അടുത്ത ചോദ്യം, വാർത്തികം എന്ന കൃതി രചിച്ചത് ആരാണ്? വാർത്തികം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം കാർത്തിയായൻ, കാർത്തിയായനാണ് വാർത്തികം എന്ന കൃതി രചിച്ചത്. അടുത്ത ചോദ്യം, കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്ന കേരളത്തിലെ നദി ഏതാണ്? കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്ന കേരളത്തിലെ നദി ഏതാണ്? ഉത്തരം പെരിയാർ, ഉത്തരം പെരിയാർ. അടുത്ത ചോദ്യം, മലയാള ഭാഷാ ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കൃതിയായി കണക്കാക്കുന്നത് ഏത് ഗ്രന്ഥമാണ്? മലയാള ഭാഷാ ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കൃതിയായി കണക്കാക്കുന്നത് ഏത് കൃതിയാണ്? ഉത്തരം രാമചരിതമാനസം, ഉത്തരം രാമചരിതമാനസം. അടുത്ത ചോദ്യം, രാമചരിതമാനസം രചിച്ചത് ആരാണ്?
രാമചരിതമാനസം രചിച്ചത് ആരാണ്? ഉത്തരം ചീരാമൻ. ചീരാമനാണ് രാമചരിതമാനസം രചിച്ചത്. അടുത്ത ചോദ്യം, പ്രാചീന കാലത്തെ ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശമുള്ള കൃതി ഏതാണ്? പ്രാചീന കാലത്തെ ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശമുള്ള കൃതി ഏതാണ്? ഉത്തരം ഉണ്ണിയച്ചി ചരിതം. ഉണ്ണിയച്ചി ചരിതം. അടുത്ത ചോദ്യം, ജൈനമതത്തെ പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ഏതാണ്? ജൈനമതത്തെ പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ഏതാണ്? ഉത്തരം ചിലപ്പതികാരം. ഉത്തരം ചിലപ്പതികാരം. അടുത്ത ചോദ്യം, മണിപ്രവാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത കൃതിയായി കണക്കാക്കുന്നത് ഏത് ഗ്രന്ഥമാണ്? മണിപ്രവാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത കൃതിയായി കണക്കാക്കുന്നത് ഏത് കൃതിയാണ്? ഉത്തരം ലീലാതിലകം. ഉത്തരം ലീലാതിലകം. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യ ചമ്പുകൃതി ഏതാണ്? മലയാളത്തിലെ ആദ്യ ചമ്പുകൃതി ഏതാണ്? ഉത്തരം ഉണ്ണിയച്ചി ചരിതം. ഉണ്ണിയച്ചി ചരിതം. അടുത്ത ചോദ്യം, കോഴിക്കോട് തുറമുഖത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന പ്രാചീന കൃതി ഏതാണ്? കോഴിക്കോട് തുറമുഖത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന പ്രാചീന കൃതി ഏതാണ്? ഉത്തരം കോകില സന്ദേശം. കോകില സന്ദേശം. അടുത്ത ചോദ്യം, കോകില സന്ദേശം രചിച്ചത് ആരാണ്? കോകില സന്ദേശം രചിച്ചത് ആരാണ്? ഉത്തരം ഉദ്ദണ്ഡ ശാസ്ത്രികൾ. ഉദ്ദണ്ഡ ശാസ്ത്രികൾ. അടുത്ത ചോദ്യം, സംഘകാലത്ത് നൊടുത്തൽ എന്ന് അറിയപ്പെട്ടിരുന്നത് എന്താണ്? സംഘകാലത്ത് നൊടുത്തൽ എന്ന് അറിയപ്പെട്ടിരുന്നത് എന്താണ്? ഉത്തരം സാധന കൈമാറ്റ വ്യവസ്ഥ. സാധന കൈമാറ്റ വ്യവസ്ഥ. അടുത്ത ചോദ്യം, മണിപ്രവാള സാഹിത്യം രൂപം കൊണ്ട നൂറ്റാണ്ട് ഏതാണ്? മണിപ്രവാള സാഹിത്യം രൂപം കൊണ്ട നൂറ്റാണ്ട്? ഉത്തരം 14-ാം നൂറ്റാണ്ട്. 14-ാം നൂറ്റാണ്ട്. അടുത്ത ചോദ്യം, മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം മുത്തും പവിഴവും. മുത്തും പവിഴവും. അടുത്ത ചോദ്യം, മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യ കൃതി ഏതായിരുന്നു? മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യ കൃതി ഏതായിരുന്നു? ഉത്തരം വൈശിക തന്ത്രം. വൈശിക തന്ത്രം. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം? ഉത്തരം ഉണ്ണുനീലി സന്ദേശം. ഉണ്ണുനീലി സന്ദേശം. അടുത്ത ചോദ്യം, രാമായണം ചമ്പു രചിച്ചത് ആരാണ്? രാമായണം ചമ്പു രചിച്ചത് ആരാണ്? ഉത്തരം പുനം നമ്പൂതിരി. പുനം നമ്പൂതിരിയാണ് രാമായണം ചമ്പു രചിച്ചത്. അടുത്ത ചോദ്യം, ഭാഷാ നൈഷധം ചമ്പു രചിച്ചത് ആരാണ്? ഭാഷാ നൈഷധം ചമ്പു രചിച്ചത്? ഉത്തരം മഴമംഗലം നമ്പൂതിരി. മഴമംഗലം നമ്പൂതിരി. അടുത്ത ചോദ്യം, പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ എന്ന ഗ്രീക്ക് കൃതിയിൽ കേരളത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ എന്ന ഗ്രീക്ക് കൃതിയിൽ കേരളത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ലിമൂരികെ. ലിമൂരികെ. കേരളം സന്ദർശിച്ച റഷ്യൻ സഞ്ചാരി ആരാണ്? കേരളം സന്ദർശിച്ച റഷ്യൻ സഞ്ചാരി? ഉത്തരം അത്തനേഷ്യസ് നികിതിൻ. അത്തനേഷ്യസ് നികിതിൻ. അടുത്ത ചോദ്യം, കേരളത്തെ പറ്റി പരാമർശിച്ച ആദ്യ അറബി സഞ്ചാരി ആരാണ്? കേരളത്തെ പറ്റി പരാമർശിച്ച ആദ്യ അറബി സഞ്ചാരി? ഉത്തരം സുലൈമാൻ. ഉത്തരം സുലൈമാൻ. അടുത്ത ചോദ്യം, കേരളത്തെ മലബാർ എന്ന് വിളിച്ച അറബി സാഹിത്യകാരൻ ആരാണ്? കേരളത്തെ മലബാർ എന്ന് വിളിച്ച അറബി സാഹിത്യകാരൻ ആരാണ്? ഉത്തരം അൽ ബറൂണി. അൽ ബറൂണി. അടുത്ത ചോദ്യം, കേരളം സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ആരാണ്? കേരളം സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ആരാണ്? ഉത്തരം മഹ്വാൻ. ഉത്തരം മഹ്വാൻ. അടുത്ത ചോദ്യം, 13-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച ഇറ്റാലിയൻ ആയ സഞ്ചാരി ആരാണ്? 13-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരി? ഉത്തരം മാർക്കോ പോളോ. മാർക്കോ പോളോ. ഇദ്ദേഹത്തെ സഞ്ചാരികളുടെ രാജകുമാരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തെ സഞ്ചാരികളുടെ രാജകുമാരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന ഗ്രീക്ക് കൃതി ഏതാണ്? കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന ഗ്രീക്ക് കൃതി ഏതാണ്? ഉത്തരം മെഗസ്തനീസിന്റെ ഇൻഡിക്ക. മെഗസ്തനീസിന്റെ ഇൻഡിക്ക. അടുത്ത ചോദ്യം, പ്ലിനിയുടെ ഹിസ്റ്റോറിയ നാച്ചുറാലിസിൽ പരാമർശിക്കുന്ന തുറമുഖം ഏതാണ്? പ്ലിനിയുടെ ഹിസ്റ്റോറിയ നാച്ചുറാലിസിൽ പരാമർശിക്കുന്ന തുറമുഖം ഏതാണ്? ഉത്തരം കൊടുങ്ങല്ലൂരിലെ മുസിരീസ്. കൊടുങ്ങല്ലൂരിലെ മുസിരീസ്. അടുത്ത ചോദ്യം,
കേരളീയനാൽ രചിക്കപ്പെട്ട കേരളത്തെ സംബന്ധിക്കുന്ന ആദ്യ കൃതി ഏതാണ്? കേരളീയനാൽ രചിക്കപ്പെട്ട കേരളത്തെ സംബന്ധിക്കുന്ന ആദ്യ കൃതി. ഉത്തരം തുഹഫത്തുൽ മുജാഹിദീൻ. തുഹഫത്തുൽ മുജാഹിദീൻ. അടുത്ത ചോദ്യം, തുഹഫത്തുൽ മുജാഹിദീന്റെ കർത്താവ് ആരാണ്? തുഹഫത്തുൽ മുജാഹിദീന്റെ കർത്താവ്. ഉത്തരം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ് തുഹഫത്തുൽ മുജാഹിദീന്റെ കർത്താവ്. അടുത്ത ചോദ്യം, അറബി മലയാളത്തിലെ ആദ്യത്തെ കൃതിയായി അറിയപ്പെടുന്ന ഗ്രന്ഥമേത്? അറബി മലയാളത്തിലെ ആദ്യത്തെ കൃതിയായി അറിയപ്പെടുന്ന ഗ്രന്ഥം. ഉത്തരം മുഹിയുദ്ദീൻ മാല. മുഹിയുദ്ദീൻ മാല. അടുത്ത ചോദ്യം, കേരളത്തിലെ ക്രിസ്ത്യാനികൾ, ഈഴവർ എന്നിവരെ പറ്റി പരാമർശമുള്ള ശാസനം ഏതാണ്? കേരളത്തിലെ ക്രിസ്ത്യാനികൾ, ഈഴവർ എന്നിവരെ പറ്റി പരാമർശമുള്ള ശാസനം. ഉത്തരം തരിസാപ്പള്ളി ശാസനം. തരിസാപ്പള്ളി ശാസനം. അടുത്ത ചോദ്യം, ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ ശാസനം ഏതാണ്? ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ ശാസനം ഏതാണ്? ഉത്തരം ചോക്കൂർ ശാസനം. ചോക്കൂർ ശാസനം. അടുത്ത ചോദ്യം, കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യ ശാസനം ഏതാണ്? കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യ ശാസനം ഏതാണ്? ഉത്തരം മാമ്പള്ളി ശാസനം. മാമ്പള്ളി ശാസനം. അടുത്ത ചോദ്യം, മണിമേഖലയുടെ കർത്താവ് ആരാണ്? മണിമേഖലയുടെ കർത്താവ്. ഉത്തരം സാത്തനാർ. ഉത്തരം സാത്തനാർ. അടുത്ത ചോദ്യം, കേരളത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പഴയ ശാസനം ഏത്? കേരളത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പഴയ ശാസനം ഏതാണ്? ഉത്തരം വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനം. അടുത്ത ചോദ്യം, മലയാളം ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യ ശാസനം ഏതാണ്? മലയാളം ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യ ശാസനം. ഉത്തരം വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനം. അടുത്ത ചോദ്യം, കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യ ശാസനം. കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യ ശാസനം. ഉത്തരം മാമ്പള്ളി ശാസനം. മാമ്പള്ളി ശാസനം. അടുത്ത ചോദ്യം, പുലപ്പേടി, മണ്ണാപ്പേടി എന്നിവയെക്കുറിച്ച് പരാമർശമുള്ള ശാസനം. പുലപ്പേടി, മണ്ണാപ്പേടി എന്നിവയെക്കുറിച്ച് പരാമർശമുള്ള ശാസനം. ഉത്തരം തിരുവിതാംകോട് ശാസനം. തിരുവിതാംകോട് ശാസനം. അടുത്ത ചോദ്യം, പുതുവൈപ്പ് വർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനം ഏതാണ്? പുതുവൈപ്പ് വർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനം. ഉത്തരം ചേന്നമംഗലം ശാസനം. ചേന്നമംഗലം ശാസനം. അടുത്ത ചോദ്യം, ചോക്കൂർ ശാസനം രചിച്ചത് ആരാണ്? ചോക്കൂർ ശാസനം രചിച്ചത്. ഉത്തരം ഗോദ രവിവർമ്മ. ഗോദ രവിവർമ്മ. അടുത്ത ചോദ്യം, പാലിയം ശാസനം പുറപ്പെടുവിച്ചത് ആരാണ്? പാലിയം ശാസനം പുറപ്പെടുവിച്ചത് ആരാണ്? ഉത്തരം വിക്രമാദിത്യ വരഗുണൻ. വിക്രമാദിത്യ വരഗുണൻ. അടുത്ത ചോദ്യം, മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ആരാണ്? മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ശ്രീ വല്ലഭൻ ഗോദ. ശ്രീ വല്ലഭൻ ഗോദ. അടുത്ത ചോദ്യം, നമഃശിവായ എന്ന വന്ദനവാക്യത്തോടു കൂടി ആരംഭിക്കുന്ന ശാസനം ഏതാണ്? നമഃശിവായ എന്ന വന്ദനവാക്യത്തോടു കൂടി ആരംഭിക്കുന്ന ശാസനം ഏതാണ്? ഉത്തരം വാഴപ്പള്ളി ശാസനം. ഉത്തരം വാഴപ്പള്ളി ശാസനം. അടുത്ത ചോദ്യം, അധസ്ഥിത വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യ കൃതി ഏതാണ്? അധസ്ഥിത വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യ കൃതി ഏതാണ്? ഉത്തരം സരസ്വതി വിജയം. സരസ്വതി വിജയം. രചിച്ചത് പോത്തേരി കുഞ്ഞമ്പു. പോത്തേരി കുഞ്ഞമ്പു ആണ് സരസ്വതി വിജയം രചിച്ചത്. അടുത്ത ചോദ്യം, സംക്ഷേപ വേദാർത്ഥം രചിച്ചത് ആരാണ്? സംക്ഷേപ വേദാർത്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ക്ലെമന്റ് പിയാനോസ് പാതിരി. ക്ലെമന്റ് പിയാനോസ് പാതിരി. 18-ാം നൂറ്റാണ്ടിലാണ് സംക്ഷേപ വേദാർത്ഥം രചിച്ചത്. 18-ാം നൂറ്റാണ്ടിലാണ് സംക്ഷേപ വേദാർത്ഥം രചിച്ചത്. അടുത്ത ചോദ്യം, പുത്തൻ പാന രചിച്ചത് ആരാണ്? പുത്തൻ പാന രചിച്ചത് ആരാണ്? ഉത്തരം അർണോസ് പാതിരി. അർണോസ് പാതിരിയാണ് പുത്തൻ പാന രചിച്ചത്. അടുത്ത ചോദ്യം, വർത്തമാന പുസ്തകം രചിച്ചത് ആരാണ്? വർത്തമാന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം പാറമാക്കൽ തോമാക്കത്തനാർ. പാറമാക്കൽ തോമാക്കത്തനാർ. അടുത്ത ചോദ്യം, സംക്ഷേപ വേദാർത്ഥം രചിക്കപ്പെട്ട വർഷം.
സംക്ഷേപ വേദാർത്ഥം രചിക്കപ്പെട്ട വർഷം ഉത്തരം 1772 റോമിൽ നിന്നാണ് സംക്ഷേപ വേദാർത്ഥം രചിച്ചത്. 1772 റോമിൽ നിന്നാണ് സംക്ഷേപ വേദാർത്ഥം പുറത്തിറങ്ങിയത്. 1772 റോമിൽ നിന്നാണ് സംക്ഷേപ വേദാർത്ഥം പുറത്തിറങ്ങിയത്. അടുത്ത ചോദ്യം, ഉണ്ണുനീലി സന്ദേശം പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ്? ഉണ്ണുനീലി സന്ദേശം പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ്? ഉത്തരം രസിക രഞ്ജിനി. രസിക രഞ്ജിനി. അടുത്ത ചോദ്യം, ലീലാതിലകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ലീലാതിലകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ഉത്തരം ആറ്റൂർ കൃഷ്ണ പിഷാരടി. ആറ്റൂർ കൃഷ്ണ പിഷാരടി. അടുത്ത ചോദ്യം, ലക്ഷണമൊത്ത ആദ്യ ഖണ്ഡകാവ്യം ഏതാണ്? ലക്ഷണമൊത്ത ആദ്യ ഖണ്ഡകാവ്യം ഏതാണ്? ഉത്തരം വീണപ്പൂവ്. വീണപ്പൂവ്. അടുത്ത ചോദ്യം, റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏതാണ്? റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏതാണ്? ഉത്തരം മിതവാദി. മിതവാദി. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ നാടകം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ നാടകം മണിപ്രവാള ശാകുന്തളം. മണിപ്രവാള ശാകുന്തളമാണ് മലയാളത്തിലെ ആദ്യത്തെ നാടകം. അടുത്ത ചോദ്യം, ആൾമാറാട്ടം എന്ന നാടകം രചിച്ചത് ആരാണ്? ആൾമാറാട്ടം എന്ന നാടകം രചിച്ചത് ആരാണ്? ഉത്തരം കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ്. കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യ ആത്മകഥ രചിച്ചത് ആരാണ്? മലയാളത്തിലെ ആദ്യ ആത്മകഥ രചിച്ചത് ആരാണ്? വൈക്കത്ത് പാച്ചുമുത്ത്. വൈക്കത്ത് പാച്ചുമുത്താണ് മലയാളത്തിലെ ആദ്യ ആത്മകഥ രചിച്ചത്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യ മാസിക ഏതാണ്? മലയാളത്തിലെ ആദ്യ മാസിക ഉത്തരം ജ്ഞാന നിക്ഷേപം. ജ്ഞാന നിക്ഷേപമാണ് മലയാളത്തിലെ ആദ്യത്തെ മാസിക. അടുത്ത ചോദ്യം, മുഹിയുദ്ദീൻ മാല രചിച്ചത് ആരാണ്? മുഹിയുദ്ദീൻ മാല രചിച്ചത് ഉത്തരം കാസി മുഹമ്മദ്. കാസി മുഹമ്മദാണ് മുഹിയുദ്ദീൻ മാല രചിച്ചത്. അടുത്ത ചോദ്യം, മലയാളത്തിൽ പൂർണ്ണമായും അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? മലയാളത്തിൽ പൂർണ്ണമായും അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥം. അടുത്ത ചോദ്യം, മലയാളം ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏത്? മലയാളം ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏത്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ്. അടുത്ത ചോദ്യം, പൂർണ്ണമായും കവിതകൾക്കായി ആരംഭിച്ച ആദ്യ മലയാള മാസിക ഏതാണ്? പൂർണ്ണമായും കവിതകൾക്കായി ആരംഭിച്ച ആദ്യ മലയാള മാസികയാണ് കവന കൗമുദി. കവന കൗമുദി. അടുത്ത ചോദ്യം, കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. ഹെർമൻ ഗുണ്ടർട്ടാണ് കേരളപ്പഴമ എന്ന ഗ്രന്ഥം രചിച്ചത്. അടുത്ത ചോദ്യം, മലബാർ മാനുവൽ രചിച്ചത് ആരാണ്? മലബാർ മാനുവൽ രചിച്ചത് ആരാണ്? ഉത്തരം വില്യം ലോഗൻ. വില്യം ലോഗനാണ് മലബാർ മാനുവൽ രചിച്ചത്. അടുത്ത ചോദ്യം, ട്രാവൻകൂർ മാനുവൽ രചിച്ചത് ആരാണ്? ട്രാവൻകൂർ മാനുവൽ രചിച്ചത് ആരാണ്? ഉത്തരം നാഗമയ്യ. നാഗമയ്യയാണ് ട്രാവൻകൂർ മാനുവൽ രചിച്ചത്. അടുത്ത ചോദ്യം, മതിലകം രേഖകൾ, തൃപ്പടിദാനം എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? മതിലകം രേഖകൾ, തൃപ്പടിദാനം എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? എസ് ഉമാമഹേശ്വരി. എസ് ഉമാമഹേശ്വരി. അടുത്ത ചോദ്യം, ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം കെ എസ് മണിലാൽ. കെ എസ് മണിലാൽ. അടുത്ത ചോദ്യം, മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഉറൂബ് രചിച്ച കൃതി ഏതാണ്? മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഉറൂബ് രചിച്ച കൃതി ഏതാണ്? ഉത്തരം സുന്ദരികളും സുന്ദരന്മാരും. സുന്ദരികളും സുന്ദരന്മാരും. അടുത്ത ചോദ്യം, കിലാബത്ത് സ്മരണകൾ എന്ന കൃതി രചിച്ചത് ആരാണ്? കിലാബത്ത് സ്മരണകൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം, മലബാർ കലാപം എന്ന കൃതി രചിച്ചത് ആരാണ്? മലബാർ കലാപം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം കെ മാധവൻ നായർ. കെ മാധവൻ നായർ. അടുത്ത ചോദ്യം, മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കൃതി ഏതാണ്? മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കൃതി ഏതാണ്? ഉത്തരം ദുരവസ്ഥ. ഉത്തരം ദുരവസ്ഥ. അടുത്ത ചോദ്യം, കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന കൃതി രചിച്ചത് ആരാണ്?
കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം നിരഞ്ജന. ഉത്തരം നിരഞ്ജന. അടുത്ത ചോദ്യം, കയ്യൂർ സമരചരിത്രം എന്ന കൃതി രചിച്ചത് ആരാണ്? കയ്യൂർ സമരചരിത്രം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം വി കുഞ്ഞമ്പു. വി കുഞ്ഞമ്പു. അടുത്ത ചോദ്യം, കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന കൃതി രചിച്ചത് ആരാണ്? കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം വി.എ. കേശവൻ നായർ. വി.എ. കേശവൻ നായർ. അടുത്ത ചോദ്യം, പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ പി കേശവദേവ് രചിച്ച കൃതി ഏതാണ്? പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ പി കേശവദേവ് രചിച്ച കൃതി ഏതാണ്? ഉത്തരം ഉലക്ക. ഉത്തരം ഉലക്ക. അടുത്ത ചോദ്യം, പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ തകഴി രചിച്ച കൃതി ഏതാണ്? പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ തകഴി രചിച്ച കൃതി ഏതാണ്? ഉത്തരം തലയോട്. ഉത്തരം തലയോട്. അടുത്ത ചോദ്യം, കൊച്ചിൻ മാനുവൽ രചിച്ചത് ആരാണ്? കൊച്ചിൻ മാനുവൽ രചിച്ചത് ആരാണ്? ഉത്തരം സി അച്യുതമേനോൻ. സി അച്യുതമേനോൻ. അടുത്ത ചോദ്യം, കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം ഏതാണ്? കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം ഏതാണ്? ഉത്തരം വന്ദേ മാതരം. വന്ദേ മാതരം. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ രാജാക്കന്മാരെ പറ്റി ദന്തസിംഹാസനം എന്ന കൃതി രചിച്ചത് ആരാണ്? തിരുവിതാംകൂർ രാജാക്കന്മാരെ പറ്റി ദന്തസിംഹാസനം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം മനു എസ് പിള്ള. മനു എസ് പിള്ള.